15 തീയതി മുതൽ വിദ്യാർത്ഥികൾ എല്ലാവരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യണം. അങ്ങനെ അത് നമ്മുടെ ഒരു പ്രതിഷേധമായിട്ട് മാറണം. കാര്യം പുരുഷന്മാർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ പിടിച്ചു വാങ്ങണം. ഈ വിൻഡോ സീറ്റിൽ എല്ലാ പെൺകുട്ടികളും, കൊച്ചു പെൺകുട്ടികൾ വരെ അതിനകത്ത് നിരന്ന് കയറിയിരിക്കുക, ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കുക. അപ്പോൾ ഇവരെല്ലാവരും നിരന്ന് കയറിയിരിക്കുമ്പോൾ പുരുഷന്മാർക്ക് അവിടെ ഇരിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കുമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് എങ്ങനെയുള്ള സ്ത്രീകളായിരിക്കണം? സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അവർക്ക് ഫ്രീ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതോടൊപ്പം നമ്മൾ ഈ കുട്ടികളുണ്ടല്ലോ, വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ അനുവദിക്കണം. പിന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രായമായവർ, അവർക്കും ന്യായമായിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഫ്രീ കൊടുക്കേണ്ടതാണ്. അല്ലാതെ ഈ എന്താ പറയുക, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് അവരൊക്കെ ഇനി കാറും സ്കൂട്ടറും ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ നാളെ മുതൽ 15 തീയതി മുതൽ ബസ്സിൽ പോകും. ആ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൂടാതെ നമ്മൾ പ്രധാനമായിട്ട് ആവശ്യം ഉന്നയിക്കുന്നത് KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണം. അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ വിൻഡോ സീറ്റിൽ എല്ലാ പെൺകുട്ടികളും, കൊച്ചു പെൺകുട്ടികൾ വരെ അതിനകത്ത് നിരന്ന് കയറിയിരിക്കുക, ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കുക. അപ്പോൾ ഇവരെല്ലാവരും നിരന്ന് കയറിയിരിക്കുമ്പോൾ പുരുഷന്മാർക്ക് അവിടെ ഇരിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ തട്ടി മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വീഡിയോസ് വരുന്നു, നിരപരാധികൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, നമ്മളെ ദീപക്കിനെ പോലുള്ളവർ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് സീറ്റ് സംവരണം അനുവദിക്കണമെന്നാണ്. ഇത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം സ്ത്രീകൾക്ക് സീറ്റ് കൂടുതൽ അനുവദിക്കുകയാണ് ചെയ്തത്. പല കാറ്റഗറിയിൽ അനുവദിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് പാടില്ല, അനുവദിച്ചോട്ടെ. സീറ്റ് സ്ത്രീകൾക്കുണ്ടെങ്കിൽ അതോടൊപ്പം എന്തുകൊണ്ട് പുരുഷന്മാർക്ക് അനുവദിച്ചുകൂടാ? ഞങ്ങളും വോട്ടല്ലേ കൊടുക്കുന്നേ, ഞങ്ങളുടെ വോട്ടും കൂടി കൊണ്ടിട്ടാണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അധികാരത്തിൽ കയറുന്നത്. ബഹുമാനപ്പെട്ട VD സതീശൻ സാർ, അദ്ദേഹം തീർച്ചയായിട്ടും അത് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം എന്ത് കാര്യവും കേട്ടിട്ട് നല്ലപടി ഒരു നടപടി ഉണ്ടാക്കുകയും നല്ല മറുപടി നമുക്ക് റിപ്ലൈ തരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ നിവേദനം കൊടുക്കുമ്പോൾ തന്നെ അത് നിവേദനം ഇന്നലെ കൊടുക്കേണ്ടതായിരുന്നു. അത് നമ്മുടെ സിനിമാ നടി പ്രിയങ്ക അനൂപ് ഞങ്ങളുടെ സംഘടനയിൽ കൂടി ഇപ്പോൾ സഹകരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി ട്രിവാൻഡ്രത്ത് വരാൻ 2 ദിവസം താമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി കൂടി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ പറയും. അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് കരുതണം, അല്ലെങ്കിൽ ഞങ്ങളുടെ സമരമാർഗത്തിലോട്ട് പോകും. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ 15 തീയതി ബസ് തടഞ്ഞ്, സിറ്റി സർവീസ് ബസ് തടഞ്ഞ് ആ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യും. പുരുഷന്മാർ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യും. അത് മാത്രവുമല്ല, കേരളത്തിലെ എല്ലാ പുരുഷന്മാരോടും എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യണം. ടിക്കറ്റ് എടുക്കരുത്. 15 തീയതി അന്നേ ദിവസം ടിക്കറ്റ് എടുക്കരുത്. വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദ്യാർത്ഥിയാണോ? പ്രായം ഒരു പ്രശ്നമേ അല്ല. എല്ലാ വിദ്യാർത്ഥികളും 15 തീയതി ടിക്കറ്റ് 15 തീയതി എന്നല്ല, 15 തീയതി മുതൽ വിദ്യാർത്ഥികൾ എല്ലാവരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യണം. അങ്ങനെ അത് നമ്മുടെ ഒരു പ്രതിഷേധമായിട്ട് മാറണം. കാര്യം പുരുഷന്മാർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ പിടിച്ചു വാങ്ങണം. കാര്യം ഒരിക്കലും ഒരു സർക്കാരോ ഒരു രാഷ്ട്രീയക്കാരോ അറിഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരെ ഒരു സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് അനുവദിച്ചോട്ടെ, വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. കാര്യം നമ്മുടെ വീട്ടിലും എല്ലാ വീടുകളിലും സ്ത്രീകളുണ്ട്. പക്ഷേ അതിന് ന്യായം വേണ്ടേ? ഈ എല്ലാ സ്ത്രീകൾക്കും ഞങ്ങൾ ഫ്രീ കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം വാങ്ങുന്നവർക്ക് എന്തിന് ഫ്രീ കൊടുക്കണം? അത് എന്ത് അടിസ്ഥാനത്തിൽ കൊടുക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലാണല്ലോ ഇപ്പോൾ സ്ത്രീകൾക്ക് സംവരണം അനുവദിച്ചിട്ടുള്ളത്, അപ്പം ടിക്കറ്റ് ഫ്രീ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബസ് തടഞ്ഞ് ഞങ്ങൾ അതിൽ കയറി കേരളത്തിലെ എല്ലാവരോടും പറയുകയാണ്, എല്ലാ ജില്ലകളിലുള്ളവരും പുരുഷന്മാരും വിദ്യാർത്ഥികളും ബസ് തടഞ്ഞ് അതിൽ കയറി അവർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യണം. ഇതൊരു പ്രതിഷേധമായിട്ട് എല്ലാവരും എടുക്കും എന്ന് തന്നെയാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്നത് സ്ത്രീകളും കൂടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെ തള്ളി പറയാൻ പറ്റില്ല. കാര്യം ഒരു വിഭാഗം സ്ത്രീകൾ, എൻ്റെ അച്ഛന് കിട്ടാത്ത നീതി എനിക്ക് വേണ്ട എന്ന് പറയുന്ന എത്രയോ സിംഹങ്ങളുണ്ട് ഇവിടെ, പുലികളുണ്ട് ഇവിടെ. അവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തമിഴ്നാടല്ല, കർണാടക അല്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു അറിവ് കേരളത്തിലെ സ്ത്രീകൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ആ ഒരു നടപടിയിലോട്ട് പോയത്. കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്രാവശ്യം കോൺഗ്രസ് ഭരണത്തിൽ വരും. ആ സ്വാഭാവികം എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അറിയാമെന്നിരിക്കെ ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ല. ഇവിടെ സ്ത്രീകൾക്ക് ബസ് ടിക്കറ്റ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കണ്ട് സ്ത്രീകൾ വോട്ട് ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു സ്ത്രീയും ഇതിൽ കണ്ട് വോട്ട് ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരൊരു ജോലി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും.
അങ്ങനെയുള്ളവരൊന്നും ഈ ഒരു 10-20 രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ വിമുഖത കാണിക്കുന്നവരല്ല. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിക്കുന്നത്. പുരുഷന്മാരെക്കാളും സ്ത്രീകൾ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുകയാണ്, ചേട്ടാ ഇതിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഈ ഫ്രീ വേണ്ട, അതാണ് അവരുദ്ദേശിക്കുന്നത്. പിന്നെ എവിടെ ചെന്നാലും ഈ സാമ്പത്തികമുള്ളവർ എവിടെ ചെന്നാലും അവർക്ക് തികയില്ല. അവരിങ്ങനെ ഇതാ നാളെ മുതൽ 15 മുതൽ അവർ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ ഇട്ടിട്ട് അവർ കയറും. അത് അവരെ പോലുള്ളവർ അല്പത്തരം പിടിച്ചവരാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീകളും ഇതിന് വേണ്ടിയിട്ട് നിൽക്കില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് സർക്കാർ കൊടുക്കുമ്പോൾ അവർ യാത്ര ചെയ്യും, അത് സ്വാഭാവികം. പക്ഷേ അത് പാടില്ല. നമുക്ക് ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് തുല്യത നടപ്പിലാക്കിയിരിക്കണം. അതിനാണ് ഒരു മാന്യത ഉള്ളത് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ബസ് തടയും, ഞങ്ങളതിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. ഞങ്ങളൊരു ടീം തന്നെയുണ്ട്, അതിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാം. സ്ത്രീകൾക്ക് പ്രായമായ സ്ത്രീകൾക്ക് കൊടുത്തോട്ടെ, വിദ്യാർത്ഥികളായിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ കൊടുത്തോട്ടെ. അതിനൊന്നും നമുക്ക് വിഷയമില്ല. സാമ്പത്തികത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ അവർക്ക് കൊടുക്കട്ടെ. അല്ലാതെ എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി, അത് തിരുത്തുമെന്നാണ് കരുതുന്നത്. പുരുഷന്മാർക്കും നമ്മൾ ഈ ആൺകുട്ടികൾ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ ആൺകുട്ടികൾ അവരെ ആക്രി കൊടുത്തൊന്നും വാങ്ങിയതല്ലല്ലോ, ഒരു അമ്മ പ്രസവിച്ചതല്ലേ, പുരുഷന്മാരെ അമ്മ പ്രസവിച്ചതാണല്ലോ. അപ്പോൾ അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കണം. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഫ്രീ വേണം. ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.